ഓം നമഃശിവായ. നാം ഇന്ന് പറയുന്നത് 2025 മാർച്ച് മാസം 29 മുതൽ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന മാറ്റങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ്. മാർച്ച് മാസം 29 മഹാശനിമാറ്റം നടക്കുകയാണ്. ശനി പ്രപഞ്ചത്തിന്റെ തന്നെ ആയുർകാരകനും പ്രപഞ്ചത്തിന്റെ കർമ്മകാരകനും ആണ്. ശനിയാണ് വിധിയെ നിർണയിക്കുന്ന ഗ്രഹം. ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി മാർച്ച് 29 ശനി മാറി മീനം രാശിയിലേക്ക് വരുന്നു. നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം. അവിട്ടം സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക്. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. ചില ലോട്ടറി ഭാഗ്യങ്ങളും ഇവരിൽ കാണുന്നുണ്ട്. ഈ ശനിമാറ്റം ഇവരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. വീട് വയ്ക്കാനും വാഹനം വാങ്ങുവാനും ഒരുപാട് പണം കയ്യിൽ സൂക്ഷിക്കുവാനുമൊക്കെ യോഗം വന്നു ചേരും. അടുത്ത ജാതകം അനിഴം. അനിഴത്തിന് ഇത് ഭാഗ്യത്തിന്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ഒരു ആയുസ്സിലെ ഏറ്റവും നല്ല സമയമായിരിക്കും അനിഴം നക്ഷത്രക്കാരുടേത്. ഇനിയുള്ള സമയം പ്രതീക്ഷകളും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമെല്ലാം നടക്കുന്ന സമയം. കടങ്ങളൊക്കെ തീർന്ന് ഒട്ടേറെ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ് അനിഴം നക്ഷത്രക്കാരുടേത്. അടുത്തത് പൂയം നക്ഷത്രക്കാരുടേതാണ്. ഒരു വീട് വയ്ക്കാനുള്ള യോഗം ഈ ശനിമാറ്റത്തിലൂടെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. സകല സങ്കടങ്ങളും അവസാനിച്ച് ജീവിതത്തിൽ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. പൂയം രക്ഷപ്പെടുക തന്നെ ചെയ്യും. തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സുബ്രഹ്മണ്യ ക്ഷേത്രം സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്യുക. മകയിരം 2025 മാർച്ച് 29 ശനി രാശി മാറുമ്പോൾ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാമതാണ് മകയിരം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുകയും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതുമാണ്. പ്രതീക്ഷിച്ച തുക കൈവന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കാർത്തിക മുക്കാൽക്കാർ കഴിഞ്ഞ കുറെ നാളുകളായി കഷ്ടതകളാൽ ദുരിതമനുഭവിച്ചവരാണവർ. അവർ കണ്ടകശനിയിൽ നിന്നും രക്ഷപ്പെടുകയാണ്. ശനി 11 വരുന്നതോടെ രോഗങ്ങൾ, അപവാദങ്ങൾ, അപമാനങ്ങൾ, കേസുകൾ, ദുരിതങ്ങൾ എന്നിവയിൽ നിന്നും രക്ഷപ്പെടുകയാണ്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. വിശാഖം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടത്തിന്റെ സമയമാണ് ഇനി വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും വിട്ടൊഴിയാനുള്ള സാധ്യതയുമുണ്ട്. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടൊഴിയാനുള്ള മാർഗങ്ങൾ കടന്നു വരും. വിശാഖം നക്ഷത്ര ജാതകർ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര മഹാമൃത്യുഞ്ജയ ഹോമം, പിൻവിളക്ക്, കൂവളമാല സമർപ്പിക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള മുക്തി ഈ ശനിമാറ്റത്തിലൂടെ ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ നല്ല മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്തത് തൃക്കേട്ട. വിവാഹ കാര്യങ്ങളിൽ നിന്നുള്ള തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായ വിവാഹബന്ധം ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും കുടുംബത്തിന്റെ സമാധാനം, സന്തോഷം വന്നു ചേരുന്നതിനും മാർച്ച് 29 ശേഷം സാധിക്കുന്നതാണ്. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവരുടെ ഇടയിൽ വിലയും മതിപ്പും ലഭിക്കുന്ന സമയമാണ് തൃക്കേട്ടക്കാരുടേത്. അടുത്തത് ഉത്രാടം നക്ഷത്രം. കഴിഞ്ഞ 7.5 വർഷമായി 7.5 ശനിയിൽ ബുദ്ധിമുട്ടിയവരാണ് ഉത്രാടം രാശിക്കാർ. പലർക്കും കഴിഞ്ഞ വർഷങ്ങളിൽ
ജീവിതത്തിൻ്റെ ഗതി മാറിപ്പോയവരാണവർ. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയവർ. ആരോഗ്യപരമായ പ്രശ്നങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ മനസ്സിനു സമാധാനവും സന്തോഷവും സുഖവും ഈ മാർച്ച് 29 ശേഷം കടന്നു വരുന്നതാണ്. അടുത്തത് തിരുവോണം. തിരുവോണം നാളുകളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉയർച്ചയുടെയും നല്ല അനുഭവങ്ങളുടെയും കാലഘട്ടമാണ് മാർച്ച് 29 ശേഷം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന സമയം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സം പ്രയാസം എല്ലാം വിട്ടുമാറി നല്ല ഉയർച്ച ധനവരവ് ഒക്കെ വന്നു ചേരും. വിദേശ ജോലി വിദേശവാസം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. രോഹിണി, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യ എതിർപ്പുകൾ, അതും സ്വന്തം കുടുംബത്തിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലകളിൽ നിന്നോ നിങ്ങളെ എതിർത്തവർ പോലും അനുകൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ സംബന്ധമായും വീട് വാഹനം ഭൂമി എന്നിവയിലൊക്കെ വിജയം ലഭിക്കുന്നതാണ്. സമയം വളരെ അനുകൂലമാണ്. അതുപോലെ ഈശ്വരാനുഗ്രഹം വളരെ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇനി വരാനുള്ളത്. ആയില്യം, മാർച്ച് 29 മുതൽ സർവ ഐശ്വര്യങ്ങളും വന്ന് ലഭിക്കുന്ന ഒരു കാലമാണ് ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അഷ്ടമശനിയുടെ ശക്തമായ ദോഷം ബാധിച്ച വ്യക്തികളാണ് നിങ്ങൾ. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായ ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ, കടക്കെണി എന്നിവയിൽ നിന്നും ശനി ഭഗവാൻ മോചനം നൽകി സർവ ഐശ്വര്യങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഇനി പുണർദം. അപ്രതീക്ഷിതമായി ഉണ്ടായ സാമ്പത്തിക ബാധ്യതകളിൽ നട്ടം തിരിഞ്ഞവരാണ് പുണർദം നക്ഷത്രക്കാർ. എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ 2.5 വർഷക്കാലമായി ദാമ്പത്യ കുടുംബത്തിൽ അസ്വസ്ഥത നിറഞ്ഞവരായിരുന്നു ഈ പുണർദം നക്ഷത്രക്കാർ. ശനി കർമ്മകാരകനായതുകൊണ്ട് കർമ്മസംബന്ധമായ പ്രയാസങ്ങൾ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും വിട്ടുമാറുന്നതാണ്. ഇനി വരുന്ന കാലം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനീശ്വരൻ വരുന്നത് 6ലേക്കാണ്. മെയ് മാസം 14 ശത്രുക്കളെ ജയിച്ച് കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും വിജയവും ധനപരമായിട്ടുള്ള വരവും ഉണ്ടാകുന്നതാണ്. കേസുകളിൽ പൂർണ്ണമായ വിജയവും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിനും അനുകൂലമാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ചിത്തിര, ജോലിയിലുള്ളവർക്ക് സഹപ്രവർത്തകരുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറും. പ്രതീക്ഷിച്ച തുക കൈവന്നു തുടങ്ങും. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാനും യോഗമുണ്ടാകും. സന്താനഭാഗ്യം ലഭിക്കുകയും പിതാവുമായി ഉണ്ടായിരുന്ന സ്വരച്ചേർച്ച മാറുകയും ചെയ്യുന്നതാണ്. യാത്രകൾ മൂലം മനസ്സന്തോഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരും ഭയപ്പെടേണ്ടതില്ല. എല്ലാവരും ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക.